നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള സദസ് യാത്രയ്ക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കിയ കാർണിവൽ കാറിനെ മോട്ടോർ വാഹന വകുപ്പിന്റെ പിഴ ചുമത്തിയതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. മുൻ സീറ്റിലിരുന്ന വ്യക്തി സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനാണ് പിഴ ഈടാക്കിയത്. മുണ്ടക്കയം കുട്ടിക്കാനം റോഡിൽ വെച്ചാണ് വാഹനത്തിന് 500 രൂപ പിഴ ഈടാക്കിയിരിക്കുന്നത്. AI ക്യാമറ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളം ആവുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ VIP വാഹനത്തിന് നേരെയും AI ക്യാമറ പിഴ ഈടാക്കിയിട്ടുള്ളത്. അതും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിനെതിരെ. നിർമ്മിതി ബുദ്ധി ക്യാമറയിലാണ് കിയ കാർണിവൽ കാറിലെ നിയമലംഘനം കുടുങ്ങിയത്. ആദ്യമായാണ് മുഖ്യമന്ത്രിയുടെ കാറിനെ പിഴ അടയ്ക്കേണ്ടി വരുന്നത്. മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വാഹനമായി സഞ്ചരിച്ചപ്പോഴാണ് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ മുൻ സീറ്റിലിരുന്ന് യാത്ര ചെയ്ത ഉദ്യോഗസ്ഥന്റെ ചിത്രം മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറയിൽ കുടുങ്ങിയത്. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന് മുകളിലായി പോലീസ് എന്ന ബോർഡും ഘടിപ്പിച്ചിട്ടുണ്ട്. ഡിസംബർ 12-നാണ് ഇടുക്കിയിൽ നവകേരള സദസ്സ് നടന്നത്. ഇതും ദുരൂഹമാണ്. മുഖ്യമന്ത്രിയുടെ കാറിന് എങ്ങനെ പോലീസ് ബോർഡ് വെച്ചു എന്നതും ശ്രദ്ധേയമാണ്. സാധാരണ കേരള സ്റ്റേറ്റ് നമ്പർ 1 എന്നാണ് ഈ കിയ കാറിന് മുകളിൽ ഉണ്ടാകാറുള്ളത്. മുഖ്യമന്ത്രി യാത്ര ചെയ്യാത്ത സമയം ഈ ബോർഡ് ഇളക്കി മാറ്റണം, അല്ലെങ്കിൽ ബോർഡ് മറിച്ചു വെച്ച് മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഏത് സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ കിയ കാറിൽ പോലീസ് എന്ന ബോർഡ് എത്തിയത് എന്നതാണ് നിർണായകം. കഴിഞ്ഞ ഡിസംബർ 12-ന് വൈകിട്ട് 4-നാണ് കാർ ക്യാമറയിൽ കുടുങ്ങിയത്. നവകേരള സദസ്സിന്റെ യാത്രക്കിടെ എസ്കോർട്ട് വാഹനമായാണ് അന്ന് ഈ കാർ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്നത്. മുൻ സീറ്റിലിരുന്ന് യാത്ര ചെയ്ത ഉദ്യോഗസ്ഥന്റെ ചിത്രവും പതിഞ്ഞിട്ടുണ്ട്. നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബസ്സിൽ യാത്ര ചെയ്തപ്പോഴാണ് ഈ കാർ വാഹന വ്യൂഹത്തിൽ പിന്നാലെ ഉണ്ടായിരുന്നത്. ആലപ്പുഴയിൽ മറ്റു മുഖ്യമന്ത്രിയുടെ ഗൺമാനും മറ്റും നടത്തിയ രക്ഷാപ്രവർത്തനം ഏറെ ചർച്ചയായിരുന്നു. ഈ ചിത്രത്തിലൂടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേന കിയ കാറിൽ ബസ്സിനെ പിന്തുടരാറുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. എവിടെയെങ്കിലും യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടി പ്രതിഷേധം കാട്ടിയാൽ രക്ഷാപ്രവർത്തനമായിരുന്നു ഈ കാറിൽ ഉണ്ടായിരുന്നവരുടെ ലക്ഷ്യം. അങ്ങനെ രക്ഷാപ്രവർത്തനം അതിവേഗം വേണ്ടിവരുമെന്നതിനാലാണ് സീറ്റ് ബെൽറ്റ് തടസ്സമാകരുതെന്ന് കരുതി അത് ഉപയോഗിക്കാത്തതാണെന്ന സംശയവും ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെയും കാറുകൾ ഓടി ഖജനാവിലുള്ള നഷ്ടം കുറയ്ക്കാനാണ് മന്ത്രിമാർ നവകേരള സദസ്സിൽ ബസ് യാത്ര നടത്തിയത്. എന്നാൽ എല്ലാ മന്ത്രിമാരുടെ കാറുകളും ഈ ബസ്സിനെ പിന്തുടർന്നു എന്നാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖകളിൽ മറുപടി നൽകുന്നില്ല. അതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ കാർ വാഹന വ്യൂഹത്തിനൊപ്പം ഉണ്ടായിരുന്നതായി ട്രാഫിക് നിയമലംഘന നോട്ടീസിലൂടെ തെളിയുന്നത്. ആ വാഹന വ്യൂഹത്തിൽ മുഖ്യമന്ത്രിയുടെ കാറിൽ മാത്രമേ നിയമലംഘനം ഉണ്ടായുള്ളൂ എന്നതാണ് മറ്റൊരു കാര്യം. പൊതുജനങ്ങളെ പറ്റിക്കാനാണ് മുഖ്യമന്ത്രിയുടെ കാർ പോലീസ് ബോർഡ് വെച്ച് നവകേരള യാത്രയെ പിന്തുടർന്നത് എന്നാണ് സൂചന. അന്നേ ദിവസം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള ബസ്സിൽ സഞ്ചരിക്കവെയാകാം എസ്കോർട്ട് വാഹനമായി കിയ കാർണിവൽ ഓടിയിട്ടുണ്ടാകുക എന്നാണ് കരുതുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന് പിഴ ചുമത്തിയിട്ടുള്ള നോട്ടീസ് അടക്കം ഇപ്പോൾ വാർത്താമാധ്യമങ്ങളിൽ ഏറെ ചൂടേറിയ ചർച്ചാ വിഷയമാവുകയാണ്.